عليك يا سيدنا يا نجي الله انظر حالنا يا شفيع الله اسمع مقالنا يا خليل الله ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ വന്യരായ തറയിട്ടാൽ ഉസ്താദ് അവരുകൾ, മറ്റു പണ്ഡിതന്മാർ, മുസ്ലിം ജമാഅത്തിന്റെയും SYSന്റെയും SSFന്റെയും കർമ്മോത്സകരായ പ്രവർത്തകന്മാർ, നമ്മുടെ ഈ മഹത്തായ വേദിയെ സഹകരിച്ചും സ്നേഹിച്ചും നമുക്ക് വേണ്ടുന്ന സഹായ സഹകരണം നൽകുന്ന സ്നേഹനിധികളായ ഉമ്മ സഹോദരിമാർ, വിദ്യാർത്ഥിനികൾ, നാല് ദിവസമായി നമ്മുടെ നാട്ടിലെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ കാരണന്മാരുടെ ആശീർവാദത്തോടെയും പണ്ഡിതന്മാരുടെ സമ്മതത്തോടെയും നടത്തിവരുന്ന യൂണിറ്റ് സമ്മേളനത്തിന്റെ സമാപന ദിവസമാണിന്ന്. ഒന്നിരായ തങ്ങളവറുകൾ വരുന്നതുവരെ ഇൻഷാ അല്ലാഹ് സാധുവായി എന്നെ കൊണ്ട് സാധിക്കുകയാണെങ്കിൽ ഞാൻ പറയും. അല്ലാഹു നമുക്ക് പറയാനും കേൾക്കുവാനുമുള്ള അനുസരിക്കാനുള്ള ഈമാനും തവക്കത്തും ഹിമ്മത്തും കഴിവ് നൽകുമാറാകട്ടെ. നമ്മുടെ നാട്ടിലെ 33 വർഷക്കാലയളവിനുള്ളിൽ ഉണ്ടാക്കിയെടുത്ത ദീനീ ചൈതന്യം അമ്പരചുംബികളായി പല ഭാഗങ്ങളിലും ഉയർന്നു നിൽക്കുന്ന പള്ളി മുനാരങ്ങൾ കുഞ്ഞിളം പ്രായത്തിൽ തന്നെ നമ്മൾ കൈയുയർത്തി കൊണ്ടുപോയി ദീനീ വിജ്ഞാനങ്ങൾ പഠിപ്പിക്കുന്ന മദ്രസ സംവിധാനം, അത് നിങ്ങളുടെ നാട്ടിൽ മാത്രമല്ല, കേരളത്തിന്റെ ഒരുവിധം പ്രദേശങ്ങളിലൊക്കെ വന്യരായ ഉസ്താദവറുകളുടെ, നിങ്ങളെ നാട്ടുകാരനും സ്നേഹിതനും കൂട്ടുകാരനും ഉസ്താദും അഷ്റഫ് ഉസ്താദിനോട് കണ്ടു പോരാമെന്ന് ബഹുമാനപ്പെട്ട തറയിട്ടാൽ ഉസ്താദിന്റെ ഒരു പ്രത്യേകമായ പ്രയത്നം ഉണ്ടെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും സമ്മതിക്കാതെ നിവൃത്തിയില്ല. ഉള്ളത് പറഞ്ഞാൽ ഞാൻ ഈ തറയിട്ടാൽ ഉസ്താദിനെ ഒരുപാട് തെറ്റിദ്ധരിച്ച ഒരാളാണ്. പറയട്ടോ, അതിന്റെ കാരണം പിന്നീടാണ് എനിക്ക് ബോധ്യപ്പെട്ടത്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാരുടെ പ്രയത്നം കൊണ്ട് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പള്ളിയുണ്ടാക്കാൻ സഹായം നൽകാൻ ഏതെങ്കിലും ഒരു അറബിയെ
എവിടെയെങ്കിലും കിട്ടിയാൽ അവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ദർസിലേക്ക് പോയിട്ടില്ലെങ്കിലും പണ്ഡിതന്മാരോട് കൂടുതൽ ഇടപഴകിയിട്ടില്ലെങ്കിലും ഒരുപാട് തവണ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വപ്നം കണ്ട നൂറുകണക്കിന് പ്രവർത്തകന്മാർ അവര് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുതിർന്ന പണ്ഡിതന്മാരെ അല്ലെങ്കിൽ വലിയ വിദ്യാസമ്പന്നരല്ല, സാധാരണ കൂലിപ്പണിക്കാരായ കുറേ ചെറുപ്പക്കാർ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ക് വെച്ച് ഹബീബിലേക്ക് അടുത്ത നൂറുകണക്കിന് നിമിതങ്ങളെ ഒരാൾ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ആ സ്വപ്നം കണ്ടവന്റെ മുഴുവൻ ദോഷങ്ങളും ചെറുതും വലുതും അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നു എന്ന് മഹാന്മാരാകുന്ന സൂഫിയാക്കൾ പറയുന്നതാണ്. അവരുടെ മാത്രമല്ല അവരുടെ മാതാപിതാക്കളുടെ ദോഷങ്ങളും അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നു. ആ മാതാപിതാക്കൾ മുസ്ലിങ്ങളായിട്ട് ജീവിക്കുകയും മരിക്കുകയും ചെയ്തവരെ നമ്മുടെ മകൻ ഹബീബിനെ സ്വപ്നം കണ്ടാൽ നമ്മുടെ ദോഷങ്ങൾ അല്ലാഹു പുറത്തു തരുന്നു. ഉമ്മയുടെ ദോഷങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുന്നു. പിതാവിന്റെ ദോഷങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുന്നു. ആയതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് വിനിയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ ഈ മഹത്തായ പ്രസ്ഥാനമെന്ന് ഞാൻ ആമുഖത്തിനെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. ശബ്ദത്തിലെ ഇവന്റെ സെറ്റിംഗിന്റെ ഉഷാറുണ്ടാവും. ശോഭല്ലേ നിനക്കെന്താ പേര്? നല്ല ഒരായിരം കുറച്ചു കൊടുത്താൽ നമുക്ക് നഷ്ടമുണ്ടാവില്ല. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഞങ്ങൾക്ക് ഉറക്കാൻ വേറെ അതിന് മുമ്പ് കുറെ വെള്ളം കുടിക്കണം. അതായത് ബറീന്റെ അടിയിൽ കുറെ വെള്ളം കുടിക്കണം. ഡോക്ടർ വന്ന വർദ്ധനമാണ്. ഒരു 3/4 മണിക്കൂറൊക്കെ പറഞ്ഞ 1/4 മണിക്കൂർ റെസ്റ്റ് എടുക്കണം. ഞാൻ വന്ന് അത് മാത്രങ്ങൾ പറയുന്നത് എന്ന് ചോദിച്ചാൽ നാട്ടരകടി ചൂട് പിന്നെ അത് നിങ്ങൾ ചെയ്യേണ്ട. ഈ ലോകം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം പിറന്നു വീഴാനുള്ള അവസരം നൽകിയപ്പോൾ ഭൗതികമായ ഒരു വലിയ അനുഗ്രഹം നൽകിയിട്ടുണ്ട്. ആത്മീയമായ മറ്റൊരു അനുഗ്രഹവും അല്ലാഹു നൽകിയിട്ടുണ്ട്. ഏതാണ് ഈ ഭൗതികപരമായ അനുഗ്രഹം? ഒരു മൈക്രോ സെക്കൻഡുകൾക്കുള്ളിൽ കോടിക്കണക്കിന് വരുന്ന ജീവജാലങ്ങളെ പടച്ച് പരിപാലിക്കാൻ കഴിയുന്ന അല്ലാഹ് മറ്റു ജീവജാലങ്ങളിലേക്ക് നമ്മെ എത്തിക്കാതെ അല്ലാഹുവിനോട് ചോദിക്ക പോലും ചെയ്യാതെ മനുഷ്യ കുടുംബത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി എന്നത് തന്നെ യജമാനനായ റബ്ബ് തആല നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹം. ഞാനും നിങ്ങളും ആരും ചോദിച്ചിട്ടില്ല റബ്ബിനോട് എനിക്ക് മനുഷ്യനാണ്. ഇവിടുത്തെ മുസ്ലിങ്ങളായാലും അമുസ്ലിങ്ങളായാലും
മതമുള്ളവരായ ഇല്ലാത്തവരായ ഇവരാരും റബ്ബിനോട് ചോദിച്ചില്ല, പടച്ചോനെ ഞങ്ങൾ ജനിക്കുമ്പോൾ ഞങ്ങളെ മനുഷ്യരാക്കി. ഇതൊന്നും ചോദിക്കാതെ അല്ലാഹു തആല എന്നെയും നിങ്ങളെയും മനുഷ്യ കുടുംബത്തിൽ കൊടുത്തി എന്നത് ഭൗതികപരമായി ശാരീരികപരമായി അല്ലാഹു തആല നൽകിയ ഒരു വലിയ അനുഗ്രഹമാണ്. അതിനേക്കാളുപരി മനുഷ്യ കുടുംബത്തിൽ നിന്ന് തന്നെ എന്റെയും നിങ്ങളുടെയും മാതാവിനെയും പിതാവിനെയും മുസ്ലിമായി തെരഞ്ഞെടുത്ത് മുസ്ലിമായി പിറക്കാനുള്ള ഒരു ഭാഗ്യം, മുസ്ലിമായി ജനിക്കാനൊരു ഭാഗ്യം നമുക്ക് അല്ലാഹു തആല ചോദിക്കാതെ. ഞാൻ നിങ്ങളോട് ഇത് ചോദിച്ചതല്ല, പള്ളന്റെ ഉള്ളിലും ഭാഷത്തിൽ വെച്ച് നമ്മളാണ് ചോദിച്ചില്ല പടച്ചോനെ ഈമാൻ തരണം. നമ്മൾ ചോദിക്കാതെ കാരുണ്യവാനായ റബ്ബ് അല്ലാഹു തആല നമ്മെ സ്നേഹിച്ചു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് മഹാനായ അഷ്റഫുൽ ഖുർആൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുത്തു പറഞ്ഞ ഹിദായത്ത്. ആ ഹിദായത്തിന്റെ വഴിയിലേക്ക് എത്തി എന്നത് ആത്മീയമായി അല്ലാഹു തആല നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം. അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. നമുക്കറിയാം, ആ മനുഷ്യർ അല്ലാഹു തആല ആദരിച്ച ജീവിതം. വലഖദ് കറംനാ ബനി ആദം, മനുഷ്യ സന്തതികളെ നാം ബഹുമാനിച്ചിരിക്കുന്നു. യജമാനനായ റബ്ബ് അടിമകളായ മനുഷ്യരെ ബഹുമാനിച്ചു. ആ പദം നല്ലപോലെ ഒന്ന് ആലോചിച്ചു. അടിമകളാകുന്ന നമ്മെ അല്ലാഹു തആല സ്നേഹിക്കലാണ് പതിവ് വേണ്ടത്. കാരണം ഉയർന്ന പദവിയുള്ള ആളുകൾ താഴെ ഉള്ളവരെ സ്നേഹിക്കലവരാ. ഭർത്താവ് ഭാര്യ എന്തൊരു ചടങ്ങുമില്ലേ സമയം ഭർത്താവ് ഭാര്യ സ്നേഹിക്കും. മൂന്നാലിട്ട് ഏറെ കൊടുക്കട്ടെ. അല്ലാഹു തആല പറഞ്ഞത് നമ്മെ അല്ലാഹു ബഹുമാനിച്ചു. നമ്മെ അല്ലാഹു ബഹുമാനിച്ചു എന്നല്ല പറയും, സ്നേഹിച്ചു എന്ന് പറയും. അടിമകളെ ഉടമകൾ സ്നേഹിക്കലാണ് പതിവ്. ഉപ്പ മക്കളെ സ്നേഹിക്കുന്നു, മക്കൾ ഉപ്പയെ ബഹുമാനിക്കുന്നു. ഉസ്താദുമാർ ശിഷ്യന്മാരെ സ്നേഹിക്കുന്നു, ശിഷ്യന്മാർ ഉസ്താദുമാരെ ബഹുമാനിക്കുന്നു. ഉയർന്ന പദവിയിലുള്ള ആളുകൾ താഴെ പദവിയുള്ള ആളുകളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിന് പകരം അല്ലാഹു തആല പറഞ്ഞത് വലഖദ് കറംനാ ബനി ആദം, മനുഷ്യ സന്തതികളെ നാം ബഹുമാനിച്ചിരിക്കുന്നു. ഓ എന്റെ സുഹൃത്തുക്കളെ, മനുഷ്യനായതുകൊണ്ട് തന്നെ അല്ലാഹു തആല ആദരവോടുത്ത ജീവിയായതുകൊണ്ട് ഒരു മനുഷ്യനെയും നമ്മൾ അനാദരിക്കാൻ പാടില്ല, ഒരു മനുഷ്യനെയും നമ്മൾ അവഹേളിക്കാൻ പാടില്ല, ഒരു മനുഷ്യനെയും നമ്മൾ കൊഞ്ഞനം കുത്താൻ പാടില്ല. അത് തന്നെയല്ലയോ ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് റസൂലുള്ളാഹി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മൻ സലിമ الناس من لسانه ويده. ഒരു യഥാർത്ഥ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ അവന്റെ കയ്യിൽ നിന്നും അവന്റെ നാവിൽ നിന്നും അവന്റെ പ്രവർത്തനങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതാണോ, ആ നേരത്താണ് ഒരാൾ യഥാർത്ഥ മുസ്ലിമാകുന്നത്. ഓ എന്റെ ചെറുപ്പക്കാരാ, പരിശുദ്ധമായ ഖുർആനിന് നേരെ കാല് നീട്ടാൻ പാടില്ലല്ലോ എന്ന പോലെ ഒരു മനുഷ്യന് നേരെ നമ്മുടെ കാല് നീട്ടാൻ പാടില്ലല്ലോ. ആദരിക്കപ്പെടേണ്ട മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കി കൈ ചൂണ്ടാൻ പാടില്ലല്ലോ. അവർക്കെതിരെ നിങ്ങൾ ആയുധം ചൂടരുതെന്ന് ഇസ്ലാം നമ്മോട് പഠിപ്പിച്ചല്ലോ.
കാരണം മനുഷ്യ വിഭാഗത്തിന് അല്ലാഹു തആല ആദരവോടുകൂട്ടുണ്ടെന്ന് പരിശുദ്ധമായ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ. എന്നാൽ ആദരിക്കപ്പെട്ട മനുഷ്യരിൽ നിന്ന് അല്ലാഹു തആല സ്നേഹിക്കുകയും ചെയ്തവരാണ് യഥാർത്ഥ മുസ്ലിങ്ങൾ. ആദരവോടുകൂടെ അല്ലാഹുവിന്റെ സ്നേഹം അതും കൂടെ കിട്ടിയവരാണ് യഥാർത്ഥ മുസ്ലിങ്ങൾ. മഹാനായ ഹബീബ് മുഹമ്മദ് മുസ്തഫ നിബിധങ്ങൾ പറഞ്ഞല്ലോ, ഇന്നല്ലാഹ യുഅ്തി ദുനിയാ ലിമൻ യുഹിബ്ബു വമൻ ലാ യുഹിബ്ബു. അല്ലാഹു തആല ഒരാളെ സ്നേഹിച്ചാലും സ്നേഹിച്ചില്ലെങ്കിലും അവന് അല്ലാഹു തആല ദുനിയാവിലുള്ള അനുഗ്രഹങ്ങൾ എമ്പാടും കൊടുത്തെന്ന് പറഞ്ഞേക്കാം. ദുനിയാവിലുള്ള അനുഗ്രഹങ്ങൾ ഒരുപാട് കിട്ടിയെന്നതും ഉണ്ട്. അല്ലാഹു അവനെ വല്ലാതെ സ്നേഹിച്ചു എന്ന് നിങ്ങൾ ധരിക്കേണ്ടതില്ല. നബി മുഹമ്മദ് റസൂലുള്ളാഹി. ഈ ദുനിയാവിൽ ഒരാൾക്ക് വല്ലാത്ത പ്രയാസം എന്ന് കരുതി അല്ലാഹുവിനോട് വെറുപ്പാന്നു നിങ്ങൾ വിചാരിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ദുനിയാവിയായ അനുഗ്രഹം അല്ലാഹു തആല നൽകുക എന്നത് അല്ലാഹുവിന്റെ സ്നേഹത്തിന്റെ മാനദണ്ഡമല്ല. അങ്ങനെയെങ്കിൽ ഇവിടെ മുസ്ലിങ്ങളെ കൊന്നൊടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിന് മുസ്ലിങ്ങളും കൊല്ലുന്നു. ഞാൻ അത് പറയാൻ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോ മുസ്ലിങ്ങൾ നിരപരാധികളായ ആളുകളെ പച്ചക്ക് കൊല്ല ചെയ്യുന്ന അക്രമികളായ ആളുകൾക്ക് അല്ലാഹു തആല ഉയർന്ന സ്ഥാനം കൊടുക്കുന്നത് കാണുമ്പോൾ അയാൾ ജയിച്ചില്ല, അല്ലാഹുവിന്റെ ഒപ്പം തന്നെ എന്ന് നിങ്ങൾ ധരിക്കണ്ടെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി. ഇത് ഞാൻ മുൻകൂറായിട്ട് പറയാം, ഞാൻ ഇതിന്റെ വെയിറ്റാല ഓടാന്ന് കണ്ട. ഇന്നല്ലാഹ യുഅ്തി ദുനിയാ ലിമൻ യുഹിബ്ബു വമൻ ലാ യുഹിബ്ബു. അല്ലാഹു തആല ഇഷ്ടപ്പെട്ടവർക്കും ഇഷ്ടപ്പെടാത്തവർക്കും ദുനിയാവിലുള്ള അനുഗ്രഹങ്ങൾ കൊടുത്തെന്ന് വന്നേക്കാം. എന്നാലോ ഹബീബായ അഷ്റഫുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി നിബിതങ്ങൾ പറയുന്നു, വയുഖിദീന ലിമൻ യുഹിബ്ബു. അല്ലാഹു തആല ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ അല്ലാഹു ദീൻ കൊടുക്കുന്നുള്ളൂ. സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിൽക്കാനുള്ള അവസരം നൽകുന്നത്, അഹ്ലു സുന്നയിലായി മരിക്കാനുള്ള അവസരം നൽകുന്നത്, അതോടുകൂടെ ജീവിക്കാനുള്ള അവസരം നൽകുന്നത് അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമാണ്. എന്നിട്ടോ മഹാനായ ലോകത്തിന്റെ തിരുദൂതർ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വലാ യുഅ്തുദീന ഇല്ലാ മൻ യുഹിബ്ബു. അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ ദീൻ കൊടുക്കുന്നുള്ളൂ, ഇഷ്ടപ്പെട്ടവരെ മാത്രമേ സുന്നത്ത് ജമാഅത്തിൽ കൊണ്ടുവരുന്നുള്ളൂ, ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ സുന്നത്ത് ജമാഅത്തിൽ നിലയുറപ്പിക്കാനുള്ള അവസരവും അതിനുള്ള സാഹചര്യങ്ങളും അല്ലാഹു കൊടുക്കുകയുള്ളൂ. അർഹമുർറഹീമായ മലിക്കുൽ മുലൂക്കായ രാജസയ്യിദായ അല്ലാഹ്, ഞങ്ങളെ ഏത് അനുഗ്രഹങ്ങൾ ഞങ്ങളിൽ നിന്ന് നീ തടഞ്ഞു വച്ചാലും ഞങ്ങളെ ഈമാന് മാത്രം നീ ഊരിയെടുക്കല്ലേ അല്ലാഹ്. ഓ എന്റെ ചെറുപ്പക്കാരെ, ഈ കാരുണ്യം മാറിപ്പോവുന്നതിൽ നിന്ന് നമ്മൾ ഭയപ്പെടണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും കരയുകയല്ലയോ ആയിരക്കണക്കിന് വരുന്ന സ്വഹാബികളെ മുന്നിലേക്ക് നിർത്തിയിട്ട് മഹാനായ ലോകത്തിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി
നിബിതങ്ങളെ ഇരുകൈകളും മുകളിലേക്ക് ഉയർത്തി യജമാനനായ റബ്ബിനോട് ചോദിക്കുകയാണ്, അല്ലാഹുമ്മ സബ്ബിത് ഖൽബി അലാ ദീനിക യാ അല്ലാഹ്. അല്ലാഹുവേ, എന്റെ ദീനിൽ എന്റെ മനസ്സിനെ നീ ദീനിലായി അടിയുറപ്പിച്ചു നിർത്തണേ എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോദിക്കുന്ന നേരം ഈ ചോദ്യം കേട്ട സ്വഹാബികൾ നബി തങ്ങളെ ചാരത്ത് വന്ന് ആവശ്യപ്പെടുകയാണ്, നബിയെ, നിങ്ങളല്ലയോ ഞങ്ങൾക്ക് അല്ലാഹുവിനെ പരിചയപ്പെടുത്തി തന്നത്, നിങ്ങളല്ലയോ മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി തന്നത്, നിങ്ങളല്ലയോ ഖബറിനെ കുറിച്ച് ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്നത്, നിങ്ങളല്ലയോ മശറയിലുള്ള ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു തന്നത്, നിങ്ങളെ തന്നെയല്ലയോ നാളെ മശറയിലുള്ള വിപത്തുകളെ കുറിച്ച് പറഞ്ഞു തന്നത്, നരകമാകുന്ന ജീവിതവും സ്വർഗമാകുന്ന ജീവിതവും വേർതിരിച്ചു തന്നത്. അങ്ങനത്തെ നിങ്ങൾക്ക് പോലും ഹിദായത്തിന്റെ വിഷയത്തിൽ പേടിയാണോ നബിയേ? മഹാനായ ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഈ സ്വഹാബികളെ ചോദിക്കുന്ന നേരം, ഓ എന്റെ ഉപ്പാ ഹബീബിന്റെ മറുപടി എന്താണ്? ഓ എന്റെ പൊന്നുമോനെ ഹബീബിന്റെ മറുപടി എന്താണ്? നഅം യാ സ്വഹാബാ, അതേ എന്റെ സ്വഹാബ, എനിക്ക് പേടിയുണ്ട് കേട്ടോ. കാരണം മിന്നൽ ഖുലൂബ ബൈന ഇസ്ബഅൈനി മിൻ അസാബിഹിർ റഹ്മാൻ. ഏതൊരു മനുഷ്യന്റെയും ഹൃദയത്തിന്റെ കടിഞ്ഞാൻ അത് റബ്ബിന്റെ കൈവശമല്ലയോ? മനസ്സിനെ നിയന്ത്രിക്കുന്നത് അല്ലാഹുവല്ലയോ? മനസ്സിന്റെ മനസ്സിനെ നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവിന്റെ റഡാറല്ലയോ? ആയതുകൊണ്ട് ഇദാ ശാഅ അൻ യുഖീമഹു അഖാമാ വഇദാ ശാഅ അൻ യുസീഅഹു അസാഗാ. മനസ്സിനെ ദീനിന്റെ മേലിൽ അടിയുറപ്പിച്ചു നിർത്തണമെന്ന് റബ്ബിന്റെ തീരുമാനത്തിലുണ്ടെങ്കിൽ അത് ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യും. ഇല്ല ഇല്ലേ, ഇദാ ശാഅ അൻ യുസീഅഹു അസാഗാ. വഴിതെറ്റിക്കണമെന്നാണോ റബ്ബിന്റെ തീരുമാനമെങ്കിൽ വഴിതെറ്റുക തന്നെ ചെയ്യും. റഹമുർറാഹിമീനായ മാലിക്കുൽ മുലൂക്കായ രാജസീതായ അല്ലാഹ് 33 വർഷക്കാലമായി ഞങ്ങളിവിടെ SSFും SYSും SBS-ഉം സുന്നത്തി ജമാഅത്തിന്റെ സംഘടനയ്ക്ക് വേണ്ടി ഓടി നടക്കുന്നു. മരിക്കുന്നതിന് മുമ്പ് സുന്നത്തിനോടുള്ള കൂറോ ഹരിബീങ്ങളോടുള്ള ആദരവോ സാദാത്തുക്കളോടുള്ള ബഹുമാനമോ ഞങ്ങൾ മനസ്സിൽ നിന്ന് നീ എടുത്തുപോയാൽ ഇതിനുവരെയുള്ള ഞങ്ങളെ പ്രവർത്തനങ്ങൾ ഞാൻ നിഷ്ഫലമാകുമല്ലോ. ഞങ്ങളെ നീ അടിയുറപ്പിച്ച് നിർത്തണേ റഹ്മാനെ. ഈമാനോടുകൂടെ മരിച്ചാലല്ലേ ഓ എന്റെ ഉപ്പാ നമ്മുടെ ജുമക്ക് കൂലി കിട്ടുകയുള്ളൂ. അപ്പോഴല്ലേ നമ്മൾ ഓതിയ അൽക്കഹഫിന്റെ പ്രതിഫലം കിട്ടുകയുള്ളൂ. അപ്പോഴല്ലേ സുഖമില്ലാത്തും നിങ്ങളെ മുമ്പിൽ വന്ന് ഞാനിങ്ങനെ വീട്ടുന്നതിന്റെ പ്രതിഫലം കിട്ടുകയുള്ളൂ. അപ്പോഴല്ലേ ഞാൻ ഓതി പഠിച്ചിട്ടുണ്ടെങ്കിൽ മീതാനും മറ്റ് കിതാബുകളടക്കം ഏതെല്ലാം അക്ഷരങ്ങളും നമ്മളെ കാണാതെ പഠിച്ചോ അതിന്റെ കൂലി കിട്ടണമെങ്കിൽ ഈമാനോടുകൂടെ പഠിച്ചു പോകണം. ഈമാനിലെങ്കിൽ മരിച്ചു പോകണം. അതിനുവേണ്ടിയല്ലേ മഹാന്മാരെ കരഞ്ഞു പോയത്? അതിനുവേണ്ടിയല്ലേ മഹാന്മാരെ ആഗ്രഹിച്ചു പോയത്? മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പോലും ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നോക്കൂ. അതേ കഅബയുടെ പരിസരത്ത്
കസരത്ത് കൊല്ലുമ്പോ ആ കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് ഒരാള് പൊട്ടിക്കരയുന്നത് റസൂലുള്ളാഹി തങ്ങളെ നേരിട്ട് കേൾക്കുകയാണ്. ആരാണ് ആ കരയുന്നതെന്നറിയോ? അള്ളാന്റെ ഹബീബിനെ പിടുത്തം കിട്ടിയില്ല. റസൂലുള്ളാഹി തങ്ങളെ ചാരത്ത് ചൊല്ലുമ്പോ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കരച്ചിലാണ്. ജിബ്രീൽ ആ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീലിന്റെ കരച്ചിൽ കേൾക്കുമ്പോ മഹാനായ നബി തങ്ങൾ ചോദിച്ചു, അല്ല ജിബ്രീലേ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? എന്തിനാണ് ജിബ്രീലേ നിങ്ങൾ വേദനിക്കുന്നത്? ആ സമയത്ത് ജിബ്രീൽ പറഞ്ഞു, ഞങ്ങളോട് ഇടപഴകിയിരുന്ന, ഞങ്ങളോട് തൊട്ടുമിരുന്ന, ഞങ്ങൾക്ക് പലതും പഠിപ്പിച്ചിരുന്ന ഇബ്ലീസിനെ പോലും അല്ലാഹു തആല നരകത്തിന്റെ നേതാവാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ജിബ്രീലിന്റെ ഈമാനെങ്ങാനും ഊരിപ്പോയാലോ, ഈ ജിബ്രീലിന്റെ ഈമാനെങ്ങാനും നഷ്ടപ്പെട്ടു പോയാലോ എന്ന് ആലോചിച്ച് കരയുകയാണ്. ഓ എന്റെ സഹോദര, ഈമാൻ അല്ലാഹു തആല നമുക്ക് കാരണങ്ങളില്ലാതെ, നമ്മൾ ചോദിക്കാതെ, നമ്മൾ ആവശ്യപ്പെടാതെ എത്ര സ്നേഹത്തോടുകൂടെയാണ് നൽകിയത്. ഈ നൽകിയ റബ്ബിനെ നമ്മൾ വിസ്മരിച്ചുകൂടല്ലോ. ഇസ്ലാമിലേക്ക് കടക്കാൻ അവസരം കിട്ടിയിട്ട്, മുസ്ലിമാണെന്ന് അവകാശപ്പെടാൻ അവസരം കിട്ടിയിട്ട് ആ നിബന്ധനകളെ സ്വീകരിക്കാതെ തോന്നിയ പോലെ ജീവിക്കുന്നത് മോശമാണല്ലോ. അല്ലാഹുവേ, ഞങ്ങളെ എല്ലാവരെയും നീ നന്നാക്കണേ അല്ലാഹ്. അല്ലാഹു തആല നന്മയുടെ വാതിൽ തുറന്നു തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് നന്മയുടെ വാതിൽ തുറന്നു തരുമാറാകട്ടെ. എല്ലാ ശർറുകളിൽ നിന്നും അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. എന്റെ ഉപ്പമാർ ചോദിക്കണം നമ്മളെ റബ്ബിനോട് എല്ലാ സമയം ഹിദായത്ത്. എല്ലാം നിലനിന്നു പോകുമെന്നൊരു ധൈര്യം നമുക്ക് വേണ്ട. എന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോകൂല എന്ന് തീർത്തു പറയാൻ നമ്മളെ കൊണ്ടൊന്നും കഴിയൂല. മഹാനായ അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നത് കാണാം, മുഅ്മിനായി ജീവിച്ചു മരിക്കുന്നവന്റെ, മുഅ്മിനായി ജനിക്കാൻ ഭാഗ്യം ലഭിക്കുകയും ജീവിക്കാൻ ഭാഗ്യം ലഭിക്കുകയും ചെയ്യുന്ന ഒരു മുഅ്മിനിന്റെ ഈമാൻ സംരക്ഷിക്കപ്പെടണമെങ്കിൽ 3 കാര്യം പ്രത്യേകം അവൻ ശ്രദ്ധിച്ചോളണം. ഈമാൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ 3 കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞതല്ല, മഹാനായ അബൂ ഹനീഫ, ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. ഏതാണ് 3 കാര്യങ്ങൾ? ഓ എന്റെ ഉമ്മമാരെ, അബൂ ഹനീഫ തങ്ങൾ എടുത്തു വന്നിരുന്നു. ഒന്നാമത്തത് അലൽ ഈമാൻ. എനിക്ക് റബ്ബ് തആല ഈമാൻ നൽകിയിട്ടുണ്ടെങ്കിൽ ആ ഈമാനിന് പകരം ഞാൻ അല്ലാഹുവിന് നന്ദി ചെയ്യേണ്ടവനാണ്. നന്ദികേട് നിന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ എന്നാൽ ഈമാനോടുകൂടെ മരിക്കും എന്ന ഒരു പൂതി നീ മനസ്സിൽ വെക്കേണ്ടതില്ല. അബൂ ഹനീഫത്തുൽ കൂഫി, അല്ലാഹു നമ്മെ കാക്കട്ടെ, അല്ലാഹു നമ്മെ കാക്കട്ടെ. നമുക്ക് കിട്ടിയതൊന്നും പോരാ, നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളൊന്നും പോരായ്മ. വേറെ ഒരാളുടെ അനുഗ്രഹങ്ങൾ ഇങ്ങനെ നോക്കുക. ഓന്റെ കാർ, ഓന്റെ വീട്, ഓന്റെ സൗന്ദര്യം, ഓന്റെ കുട്ടികൾ. അല്ലാഹു തആല നമുക്ക് നൽകി ഈമാനിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചില്ല.
മറ്റു മതക്കാരുടെ, മറ്റു പാർട്ടിക്കാരുടെ, ഇസ്ലാമിന്റെ ശത്രുക്കളുടെ, വിദ്യാർത്ഥികാർക്കുള്ള സ്ഥാനമാനങ്ങളെയൊക്കെ ആലോചിച്ച് നമ്മൾ ഇങ്ങനെ വിഷമിക്കുകയാണ്. പക്ഷെ ആ സ്ഥാനത്ത് എനിക്ക് അല്ലാഹു തആല ഈമാൻ നൽകിയിട്ടുണ്ടല്ലോ എന്ന ഒരു ബോധം നമ്മുടെ മനസ്സിൽ നിന്ന് പാടെ എടുത്തു പോയി. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാണ്. അങ്ങനെ അസൂയ കൂടി എല്ലാ ആളുകൾക്കും കിട്ടുന്നതിലൊക്കെ നമുക്ക് അസൂയ. മൊത്തത്തിൽ ഞാൻ പറഞ്ഞു, അതിപ്പോ നിങ്ങൾ ഈ തറയിട്ടാൽ കൂടുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ പൊതുവെ നല്ല ആൾക്കാരായിട്ടാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അല്ലാഹു അത് നിലത്തി തരട്ടെ. അപ്പൊ ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു ചങ്ങായി, അതിന്റെ അടുത്തൊരു വലിയൊരു വീട് ഒരു ആചാര്യ കയറ്റി, അയാൾ മകൻ കൊണ്ടു കയറ്റിയത്. ഈ ആചാര്യ വീട് സ്വയം നിസ്കാരം കഴിഞ്ഞാൽ ഈ ചെറുപ്പക്കാരനെ തിരിഞ്ഞിക്കുന്നതാണ്. എന്നിട്ട് അള്ളാഹിനോട് പഠിച്ചോനെ കണ്ടില്ലേ, ആചാര്യക്ക് ചെന്നല്ലേ കൊടുത്തത്, ആ ആചാര്യക്ക് കൊടുത്ത മരിച്ചും തന്നൂടെ എനിക്ക്, എന്റെ ഖജനാവ് കുറെ ഉണ്ടല്ലോ, പഠിച്ചോനെ ആചാരമാരിഞ്ചി അങ്ങനെ ആക്കടിച്ചോനെ. ആചാര്യ സ്വലക്ക് കൊടുക്കുന്നു, ആചാര്യ പാവങ്ങളെ സഹായിക്കില്ല, ആചാര്യ എല്ലാ സഹായ സഹകരണങ്ങളൊക്കെ ചെയ്യേണ്ട പഠിച്ചോനെ എന്നെ ഇത് ആചാര്യമാരി ആക്കണേ പഠിച്ചോനെ എന്നും ദ്വാരക്കുന്നു. ഈ ബന്ധു ഇവന് 40 വയസ്സായി, ആദ്യത്തേക്ക് 25 വയസ്സായി. അതിലിവനെ മനസ്സിലായി ഇനി കിട്ടിയിട്ട് കാര്യമില്ല. അതില് ഇതിലിപ്പോ ഇതിനൊക്കെ പോകുന്നില്ല. അപ്പൊ കൂട്ടിയിലൊക്കെ പറഞ്ഞു. അപ്പോ ആചാര്യക്ക് കിട്ടിയ മാതിരി കിട്ടണമെന്ന് കുറെ ദ്വാരന്നിട്ട് ഉത്തരം കിട്ടിയില്ല. അതിലിപ്പന്നെ നേരെ പ്ലേറ്റുകൾ പഠിച്ചോനെ ഇന്ന ചെയ്തായാലും ആചാരമാതിരി ആക്കിയില്ല, എന്നാ പിന്നെ ആചാര്യ ജിഞ്ചമാരെങ്കിലും ആക്കിക്കളാം. അപ്പോ ഇവന്റെ പ്രശ്നം എന്താ, അയാൾക്കുള്ളത് കുറയണം. അതിന്റെ പേരാണ് അസൂയ. വേറുള്ള ആൾക്ക് കിട്ടിയതൊക്കെ അങ്ങനെ കുറഞ്ഞു കാണാൻ വേണ്ടി എന്ത് അയാളെടുത്ത് എല്ലാവരും പോണത്. ഒരാള് നമ്മുടെ നാട്ടിലെ ഒരാൾ ചോദിച്ചു, എന്ത് LDF, UDF, BJP-ക്കാരും കർണാടകയിൽ നിന്ന് ആൾക്കാരൊക്കെ ഇങ്ങോട്ട് ഇന്നത്തെ വലിയ താഴെ വരാൻ ഒരാളിങ്ങനെ ചോറിയ കൊടുക്കട്ടെ. നമ്മളിപ്പോ ഒരാളെ കൊച്ചാക്കാൻ വേണ്ടി പറയണം. എന്നിട്ട് അതിന്റെ പേര് നമ്മൾ ആരോപണം പറഞ്ഞു, ദുരാരോപണങ്ങൾ പറഞ്ഞു. അതിപ്പോ നിങ്ങൾ സംഘടനാ തലത്തിൽ മാത്രമല്ല നോക്കണ്ടേ, നമ്മളെ അയൽവാസികളുടെ കാര്യത്തിൽ ആലോചിച്ച് ഓന്റെ പേരിൽ നോക്കുമ്പോ ഓന്റെ പേരിന്റെ പെയിന്റിന്റെ കളർ, ഓന്റെ പേരിന്റെ മൂസൈക്ക്, ഓന്റെ പേരിന്റെ കക്കൂസ്, ഓന്റെ വീട്ടിലെ വണ്ടി, നമുക്കുണ്ടാകുന്ന ആ സൗകര്യം നമുക്ക് സംഘടനാ തലത്തിലെ ഇല്ലാത്തോണ്ട്. കാരണം അത് ഉസ്താദായതുകൊണ്ട്. ഉസ്താദിന്റെ മേലേക്ക് ഇനിയിപ്പോ ആർക്കും അന്ന് ഇതുവരെ കൊടുത്തിട്ടില്ല. കൊടുക്കുകയാണെങ്കിൽ നമുക്കും തോന്നുന്നു. അപ്പോ ഇങ്ങനെ മറ്റുള്ളവർക്ക് നൽകിയ അനുഗ്രഹങ്ങൾ കാണുമ്പോൾ സ്വാഭാവികമായി മനുഷ്യനുണ്ടാകുന്ന തങ്ങൾ പാപ വന്നല്ല പഠിച്ചോ, എത്ര സന്തോഷത്തിലാണ് ജീവിതത്തിൽ ഒരുപാട് കാലം ആത്മീയമായി നമുക്ക് നേതൃത്വം നൽകാനുള്ള അവസരവും നിന്നുമാറാകട്ടെ. അപ്പൊ തങ്ങൾ പാപ്പാനെ മുൻനിർത്തിയിട്ട് നിങ്ങളാ അവിടെ മണിക്കുന്ന ആൾക്കാർ നിൽക്കുന്ന ആൾക്കാർ നിങ്ങളാ മുമ്പിൽ ഇത് ഈ വയസ്സന്മാരെ തൊള്ളിക്കോക്കിയാൽ നിങ്ങളാ ബാക്കിലെ സീറ്റിലുള്ള ആൾക്കാർ നേരെ നമ്മളായ SSFന്റെ കുട്ടികളെ എവിടെയെങ്കിലും തൊപ്പിട്ടാക്കിയിരിക്കുന്നെങ്കിൽ മതി നിങ്ങളിൽ സപ്ലൈ ആയതും അതേമാതിരി നമ്മൾ അവിടുത്തെ വളണ്ടിയർമാരായ കഴിഞ്ഞത് നിങ്ങൾ വന്നോടുകൂടെ നിങ്ങൾ ഈ സീറ്റ് ഒന്ന് ഫില്ലാക്കി തന്നാൽ മതി. ഏതായാലും ഇതിന് വാട കൊടുക്കണം. മഹാനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി അബൂ ഹനീഫ തങ്ങൾ പറയുന്നു, ഒരു മനുഷ്യന്റെ ഈമാനിന്റെ നിലനിൽപ്പ്
ആദ്യമായി അവൻ ശ്രദ്ധിക്കേണ്ടത് തുർക്കു ശുക്രി അലൽ ഈമാൻ. ഏത് അനുഗ്രഹങ്ങളെ തടഞ്ഞുപോയാലും എന്റെ ഈമാനിനൊരു കോട്ടവും പറ്റിയില്ലല്ലോ എന്നൊരു ചിന്ത എപ്പോഴും മനസ്സിലാക്കാൻ വേണ്ടി. രണ്ടാമത്തെ ബഹുമാനപ്പെട്ട അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞു, വതുർകുൽ ഖൗഫി അലൽ ഖാതിമ, മരിക്കുന്ന നേരം ഈമാൻ കിട്ടുമോ എന്ന പേടി മനസ്സിൽ വേണം. ഞാനൊരു സുന്നിയായി ജനിച്ചു, സുന്നിയായിട്ട് തന്നെ മരിക്കുമെന്ന ഒരു ധൈര്യം വരാൻ പാടില്ല. തുർകുൽ ഖൗഫി അലൽ ഖാതിമ, മരണസമയത്ത് ഈമാൻ നഷ്ടപ്പെട്ടുപോയ ആയിരങ്ങളെ ഓർത്തുകൊണ്ട്, മരണപ്പെട്ടുപോയ സമയത്ത് ഒരുപാട് ആളുകൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയത് ഓർത്തുകൊണ്ട്, ഓ എന്റെ പൊന്നുമോനെ, നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ചിന്ത ഏതാണ്? അല്ലാഹു തആല എന്നെ അതുപോലെ ആക്കുമോ? ഇവിടെ ശേഖരൂർ മൗലവിക്ക് ഇൽമിന്റെ കുറവല്ലല്ലോ, ഉസ്താദുമാരെ കുറവല്ലല്ലോ, എന്നാലും കൊണ്ടുപോയത് ഈമാനില്ലാതെയല്ലയോ? ഇങ്ങനെ ആയിരങ്ങളെല്ലാം പതിനായിരക്കണക്കിന് വരുന്ന സംഭവങ്ങള് ഇനിയോ വാട്സപ്പ് നോക്കിയാൽ, ഫേസ്ബുക്ക് നോക്കിയാൽ, പത്രമാധ്യമങ്ങൾ നോക്കിയാൽ, മീഡിയകളിൽ പരിശോധിച്ചു നോക്കിയാൽ, ഇതുവരെ മഹല്ല പ്രസിഡന്റ് ആയിരുന്ന ഹാജിയാരുടെ പൊന്നുമോൾ, ആ പൊന്നുമോക്ക് ഏതെല്ലാം സുഖസൗകര്യങ്ങൾ വീട്ടിലൊരുക്കി കൊടുത്തിട്ടോ, ദീനിയായ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തിട്ടോ, ഈ പൊന്നുമോളെ പെട്ടെന്ന് കാണാതിരിക്കുകയാ. എന്തേ പറ്റിയതെന്ന് ആലോചിക്കുമ്പോഴല്ലേ പിടുത്തം കിട്ടിയത്. ഹാജിയാരുടെ മകളെ കാണാനില്ല. ഏതോ ഒരു ആശാസിയുടെ പിന്നാലെ പോയി, ഏതോ ഒരു ജോർജ് ഊട്ടിയുടെ പിന്നാലെ പോയി, ഏതോ ഒരു വഹാബിയുടെ പിന്നാലെ പോയി. ഓ എന്റെ പൊന്നുമോളെ, ചോദിക്കണം നമ്മുടെ ഹിദായത്ത്. ഇന്നല്ലെങ്കിൽ നാളെ എന്റെയും നിന്റെയും മനസ്സ് വഴിതെറ്റൂല എന്ന് പറയാൻ കഴിയോ? ആരെങ്കിലും ഒരാളെ കണ്ണിറക്കുന്നത് കണ്ടാൽ, ആരെങ്കിലും ഒരാള് നിന്നിലേക്ക് പുഞ്ചിരിക്കുന്ന ചിരി തൂക്കിയിട്ട് വല്ലതും പറയുന്നത് കേട്ടാൽ, ആരെങ്കിലും ഒരാൾ നിന്നോട് കൈകൊണ്ട് ആകി കാണിച്ചു കഴിഞ്ഞാൽ, അവിടെ മതം നോക്കാതെ, വർഗം നോക്കാതെ, സമ്പത്ത് നോക്കാതെ, സൗന്ദര്യം നോക്കാതെ, അവന്റെ മധുരമുള്ള വാക്ക് കേട്ട് നീ ഇറങ്ങിപ്പോകുമ്പോ ഇതുവരെ നീ സൂക്ഷിച്ചിരുന്ന ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നത്. അല്ലാഹുവേ, ഞങ്ങളാരെയും നീ വഷളാക്കല്ല അല്ലാ. മകള് ഉസ്താദിന്റെ മകളായതുകൊണ്ടായില്ലല്ലോ, തങ്ങളുടെ മകളായതുകൊണ്ടായില്ലല്ലോ. സുബ്ഹാനല്ലാഹ്, ഒരു പീടിയെ കുറിച്ച് എന്നോട് പറഞ്ഞു, കല്യാണം കഴിച്ചത് തങ്ങളാണ്, തങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുപോയതാണ്. പക്ഷേ കല്യാണം കഴിച്ച പുതിയാളോട് ഈ പെണ്ണാന്ന പിരിക്ക് യാതൊരു താല്പര്യവുമില്ല. ഒരു താല്പര്യം. ഇയാളൊരു മദ്രസ മുഅല്ലിം, ഇയാളെ വീട്ടിലേക്ക് വന്നാ ബീവിക്ക് ഒരു താല്പര്യമില്ല, എന്തോ ഒരു വിഷമം. അവസാനം പിടുത്തം കിട്ടി, ബീവി ഏതോ ഒരാളായിട്ട് ലൈന, അന്റെ ബീവിക്ക് ലൈൻ അടിച്ചു. ആവശ്യമില്ല, റബ്ബിന്റെ കയ്യിൽ. അങ്ങനെ ആ ബീവിയെ ഒഴിവാക്കി വേറെ സ്നേഹിക്കുന്ന കെട്ടിയാള് തങ്ങളല്ല, കെട്ടിയാള് തങ്ങളല്ല. അപ്പൊ ആരെങ്കിലും ഒരാൾ വാട്സപ്പിൽ ഹലോന്ന് വിടുമ്പോഴേക്കും എന്റെ പെൺകുട്ടികളെ നിങ്ങൾ അതിന്റെ വേത്താര പോകണ്ടോ. നിങ്ങളെ വഞ്ചിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ടീമാണ് ഈ ആണുങ്ങൾ. ഈ ആണുങ്ങളെ ചിരി കണ്ടപ്പോ നിങ്ങൾക്ക് തോന്നിയ സ്നേഹം കൊണ്ടാണ്. ചതിയാണ്, ചതി, തനി ചതി. അത് ഞാൻ ജീവിച്ചാലും അങ്ങനെ തന്നെ. ഞാനൊക്കെ എല്ലാവരും സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഏതെങ്കിലും ഒരു മുസ്ലിം സഹോദരന്റെ പിന്നാലെ ഒരു പെൺകുട്ടി ഓടിപ്പോയ അവിടെയാണ് വലിയ പ്രശ്നം.
ഒരു പെൺകുട്ടിയെങ്കിൽ ഇറങ്ങിപ്പോയാൽ പിന്നെ വാട്സപ്പിൽ ഫുള്ളും സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് നഊദു ബില്ലാഹ്. ആ പെണ്ണ് നരകത്തിൽ, ഓ പെണ്ണ് നീ നരകത്തിന്റെ കവാടം തോന്നുന്നു പിശാചിന്റെ കൂടെ പിന്നാലെ പോയി. ഇവന്റെ വാഗ്ദാനം കേട്ട മാലിക് അലൈഹിസ്സലാം ഇവള് പിന്നീട് കണ്ട് വരൂല എന്നാരാനോട് പറഞ്ഞു. അമുസ്ലിമിന്റെ പിന്നാലെ പോയി എന്നതിന്റെ പേരിൽ അവളങ്ങൾ അടച്ചാക്ഷേപിക്കണ്ട. അവളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ദീനിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ അതിനുള്ള പ്രതിവിധിക്കുക. ഇത് ഒരാൾ ഏതെങ്കിലും ഒരു പെണ്ണ് ഒളിച്ചോടിയെ വിളിച്ചു ഒരു ബന്ധമുണ്ടായത് ഓള് പോയി. നമ്മളെല്ലാവരും പിന്നെ അടുത്ത് വരുന്ന കാത്തിരിക്കാൻ ഈ പാര പോകാനുള്ളത്. ഇതൊരു അമുസ്ലിമിന്റെ പിന്നാലെ ഒളിച്ചോടുമ്പോഴാണ് ആ സ്ഥാനത്ത് ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ, മുസ്ലിമായ ചെറുപ്പക്കാരൻ ഹിന്ദു പെണ്ണിനെ വിളിച്ച് സ്നേഹിച്ചു കൊണ്ടുവന്നു. അപ്പൊ പിന്നെ മാഷാ അല്ലാഹ് തബാറക്കല്ലാഹ്, എന്ത് തബാറക്കല്ലാഹ്, ആർക്കാ ചങ്ങായി എന്റെ തബാറക്കല്ലാഹ്. ഈ മുസ്ലിം പെണ്ണ് ഇറങ്ങി പോകുമ്പോ അവിടെ ഉമ്മായെ കണ്ണീര് കുടിപ്പിച്ചു, കുഞ്ഞാങ്ങളെ കണ്ണീര് കുടിപ്പിച്ചു, ബാപ്പായെ മറന്നുപോയി, നിന്നെയാക്കിയ ഉപ്പായെ വിട്ടൊറിഞ്ഞുപോയി, കണ്ണിച്ചോരയില്ലാത്ത പെണ്ണ് എന്ന് ഡയലോഗ് അടിക്കുന്ന നമുക്ക് അവിടെയില്ലേ ഒരമ്മ, അവിടെയില്ലേ കരയുന്നൊരച്ഛൻ. എന്നിട്ട് ഏതെങ്കിലും ഒരു കൂട്ടർ അതിനായിട്ട് ഇറങ്ങുക. രണ്ടു കൂട്ടരുണ്ട്, മുസ്ലിങ്ങളുണ്ട്. എന്നിട്ട് ഓലെന്തെങ്കിലും കുരുത്തക്കാട് കാട്ടിയിട്ട് വിവരം അറിയുന്ന കണ്ടാൽ പിന്നെ മൗനത്ത് കൊണ്ടുപോകുക. ഇസ്ലാമത്തിൽ അങ്ങനെയൊന്നും ഇവിടെ ഇസ്ലാമിലേക്ക് ഒരാളെ കൊണ്ടേണ്ട ഒരു ആവശ്യം. അങ്ങനെ സ്നേഹിച്ചിട്ടാണ് കൊണ്ടുവരുന്നത്. ഞാൻ എന്റെ ചെറുപ്പക്കാരോട് പറയട്ടെ, നമ്മളങ്ങനത്തെ വഞ്ചനയിലൊന്നും അകപ്പെടില്ല. ഒരാൾക്ക് ഷെയർ ചെയ്യുക, സുബ്ഹാനല്ലാഹ്, ഒരാൾക്ക് ലൈക്ക് അടിച്ചു കൊടുക്കുക, എന്തു കിട്ടിയാലും വിട്ടുകൊടുക്കും. ഇന്ന് പണ്ട് മണ്ണാർക്കാട് എന്നൊരു SSFന്റെ പ്രവർത്തകൻ തന്നെ കണ്ടത് ക്ലിപ്പിട്ടി അങ്ങക്ക് എടാ, ഓന് പേരന്നെ പേരില്ലാത്ത SSF ഫിത്തനുണ്ടാക്കുക. നമ്മൾ മറ്റൊരാൾക്ക് കൈമാറി. വേറെ കുറെ ആൾക്കാരുണ്ട് ത്വരീഖത്തിന്റെ പേര് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. കോഴിക്കോട് പേരൊന്നും ഞാൻ പറയില്ല. അയാൾ പറഞ്ഞു, ഞാന് പാസ്പോർട്ടും വിസ കൊടുക്കാതെ ഹജ്ജിന് പോക്കുണ്ട്. നിങ്ങൾക്ക് ചിരിച്ചാൽ മതി, അത് വിശ്വസിക്കണം. എത്ര പൊട്ടന്മാരുണ്ട് നിങ്ങൾ. പാസ്പോർട്ട് കൊടുത്തിട്ടില്ല, വിസ കൊടുത്തില്ല. അപ്പൊ മുരീദന്മാര് ചോദിച്ചാൽ അതെങ്ങനെയാണ് ശൈഖേ? അതിൽ ഓൻ പറഞ്ഞ വർത്തമാനങ്ങള് അത് ഞാൻ ഒറ്റക്കൊന്നല്ല, എന്റെ കൂടെ ഒരുപാട് ആൾക്കാര് സാക്ഷികളായിട്ടുണ്ട്. ആരാ സാക്ഷികൾ? ഒന്ന് ഷെയ്ഖ് ജീലാനി, മറ്റൊന്ന് അഹ്മദുൽ കബീർ റിഫായി, അബുൽ ഹസൻ ഷാദി. മരിച്ചോണ്ട് നമ്മൾ പോയി ചോദിക്കൂലല്ലോ. സുലൈമാൻ മൗലവിയെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ബസ്സറിയാൻ മതി. ഇങ്ങനെ മരിച്ചുപോയ മഹാന്മാരാകുന്ന ഔലിയാക്കളുടെ പേരും പറഞ്ഞു. ഇയാള് ഹജ്ജിന്റെ റുബോനാണല്ലോ അമീർ, ഇതിന് പറ്റിയ ചേരക്കോ അല്ല കോന്ത്രം പല്ലേറ്റ് അമീറായാൽ മതി. എന്നിട്ട് അവിടെ പോയി. അപ്പൊ ചോദിച്ചാൽ എങ്ങനെ നിങ്ങൾ പോയത്, എങ്ങനെയാ പോയെന്ന് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞെങ്ങനെ, ഞാൻ പോകാൻ നേരത്തെ ഒരു പ്രത്യേക പക്ഷി എന്നെ കൊണ്ടുപോകാൻ വരും. നമ്മള് ചോറിന്റെ വാക്കിട്ട് കൊടുക്കുമ്പോ കാക്ക കൊത്താൻ പറ്റുന്ന വർത്താനല്ലേ ഈ പറയുന്നത്. ഇയാളെ ഹജ്ജിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു പരുന്ത് വരും. അങ്ങനെ ആ പരുന്ത് മോഡൽ ആ പക്ഷിന്റെ മുകളിൽ ഇയാൾ കയറിയിട്ട് മക്കത്ത് കൊണ്ടുപോയി ഹജ്ജ് കഴിഞ്ഞ് ഇങ്ങോട്ട് തന്നെ കൊണ്ടാക്കുന്നു. ഞാൻ ആലോചിച്ചപ്പോ ഇയാൾക്ക് 3-4 കൊല്ലം മുമ്പ് പിന്നെ പാസ്പോർട്ട് എടുത്തിട്ടില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, പിന്നെ പക്ഷി ചത്തോ? പിന്നെ എടുക്കേണ്ട ആവശ്യമില്ല, നിയമ തന്നെ പോയാ പോരെ. എന്നിട്ട് അതാരെങ്കിലും പറയണ കേട്ടാൽ അത് നമ്മൾ മറ്റൊരാൾക്ക് സെൻഡ് ചെയ്ത് അതിന്റെ പേരിലെ സംശയം, അതിന്റെ പിന്നാലെ നമ്മൾ നടക്കണ്ട. നമുക്ക് ഒരു ആദർശവും നമ്മുടെ ഒരു വിശ്വാസം അതിലാണ്ട് ഉറച്ചു നിന്നൂടെ. ആലിമീങ്ങൾ പറഞ്ഞതിന്റെ ഉറച്ചു നിന്ന് അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരൻ, പോകുമോ എന്റെ ഹിദായത്ത്, എന്റെ സംഘടനയോടുള്ള താല്പര്യം നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു തോന്നും.
ധൈര്യം ആർക്കും വേണം. ഇന്നിപ്പോ ഞാൻ ഇവിടെ പ്രസംഗിച്ചു ചാക്രവാക്ക് പറയിട്ടായി ഇങ്ങനെ വലിയ വലിയ അക്ഷരത്തിന്റെ പേര് ഇങ്ങനെ കാണും. കുറച്ച് എനിക്കിങ്ങനെ തോന്നി മാറിയാലോ മറ്റേ പോയ ഞാൻ തന്നെ പറ്റി വായിക്കണം. അതാകട്ടെ നേരത്തെ ഞാൻ ഈ ഗ്രൂപ്പ് മാറുന്നത് നമ്മൾ ചർച്ച പേടിക്കുന്നത് നമ്മുടെ ഇതായത്. മഹാനായ അബൂ ഹനീഫത്തുൽ ഖുഫി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നിന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നതിന്റെ രണ്ടാമത്തെ കാരണം തർക്കുൽ ഖൗഫി അലൽ ഖാതിമ. മരിക്കുന്ന നേരം ഈമാൻ കിട്ടുമോ എന്ന പേടിയില്ലാതിരിക്കലാണ്. ഓ എന്റെ സഹോദരന്മാരെ, മൂന്നാമത്തെ കാരണം കൂടെ പറഞ്ഞ് ബറക്കത്തിനൊരു ചരിത്രവും പറഞ്ഞ് ഞാൻ നിർത്തട്ടെയോ. മഹാനായ അബൂ ഹനീഫത്തുൽ ഖുഫി തങ്ങൾ പറയുന്നു, മൂന്നാമത് നിന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണമെന്താണ്? ളുൽമുൽ ഇബാദ്, അല്ലാഹുവിന്റെ അടിമകളെ ആക്രമിക്കലാണ്. അല്ലാഹുവിന്റെ സത്യവിശ്വാസികളായ ആളുകളെ വേദനിപ്പിക്കുന്ന ഒരു ശൈലി സ്വീകരിക്കുന്നവനാണോ നിന്റെ ഈമാൻ നിലയുറച്ചു നിൽക്കുമെന്ന് പേടി വേണ്ട കേട്ടോ. അല്ലാഹുവിന്റെ അടിമകളെ ആക്രമിക്കുക, അത് ഏത് വിധേനയായാലും ഇങ്ങനെ ഒരു ശൈലി അയൽവാസികൾക്കെതിരെ, കുടുംബങ്ങൾക്കെതിരെ സുബ്ഹാനല്ലാഹ് പരസ്പരം സ്നേഹം എടുത്തുപോയി. കണ്ടൂടായ്മയാ. സ്വന്തം അയൽവാസിയുടെ വീട്ടിലൊരു കല്യാണം വന്നാൽ ആ കല്യാണം മുടക്കാനായിട്ട് കുറെ ഒരു പണി. ഇപ്പൊ ഞാന് പെരിന്തൽമണ്ണ കരിക്കല്ലത്താണ് ഒരു അപ്പൊ അവിടെ ഒരു കൂട് കല്യാണ മുടക്കുകളായ തന്തമാർക്ക് താക്കി. ഇനി ഞങ്ങളെ കല്യാണം മുടക്കിയ കാര്യം ഞങ്ങളൊന്ന് അടിച്ചുകൊണ്ട് ആരോട് നാട്ടിലെ പള്ളിയിൽ ജമാഅത്തിന് വരുന്ന ഫീത്തന കമ്പനി ഓടി വേറെ പണിയൊന്നും ഇതന്നെ പരിപാടി. നിസ്കാരം കഴിയ മക്കാനിക്കറങ്ങ ആരെങ്കിലും ഒരാൾ കല്യാണം വന്ന് അന്വേഷിക്കപ്പെടുത്താൻ പോയില്ലേ ഇവിടെ ഒന്നും അന്വേഷിക്കണ്ട. ഈ ഒരു ചോദ്യം ചോദിച്ചാൽ മതി. നിങ്ങൾ വരുമ്പോ ആരുടെ അതാ നമ്മളാ മേമാജിന്റെ മയമാജിന്റെ ഞങ്ങൾ പോയി ചോദിച്ചു നോക്കി. ഈ ഏന്ന് കേൾക്കുമ്പോ തന്നെ അവിടെ നാട്ടുകാർ പോകും. പിന്നെ അവിടെ കല്യാണം കിട്ടില്ല. ഈ തന്തക്ക് വേറെ മക്കളെ കെട്ടിക്കാണ്ട് അതാ തന്ത ആലോചിക്കുന്നില്ല. ഇങ്ങനെ ഒരു ആവശ്യമല്ല, ശല്യായിട്ട് കുറെ വയസ്സന്മാരും ഇവിടെ അല്ല കേട്ടോ. ഇവിടെ ഉള്ള ഉപ്പാർക്കൊക്കെ അല്ലാഹ് ആഫിയത്ത് കൊടുക്കട്ടെ, ഹയാത്തുള്ള കാലത്തോളം നിന്ന് നിസ്കരിക്കാനുള്ള തൗഫീഖ് കൊടുക്കട്ടെ. ചില ഇറ്റങ്ങളുണ്ട് റമദാനിലെ പോലെ രംഗത്തിറങ്ങുള്ളൂ. റമദാന് പള്ളിന്റെ ആ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാർ ഒരു കറുത്ത തൊപ്പിയോ വെള്ള തൊപ്പിയോ ഒരു കാടിയോ റമദാനല്ലോ നന്നാകാൻ മതി. അപ്പൊ പിന്നെ ഓൻ പള്ളിക്ക് വരുമ്പോ ആചരിക്കൊരു മറന്നു വന്നതാ ബഡ്ജറ്റ് എവിടെയായാലും എങ്ങനെ ഈ തന്തചന്ദ്രൻ അയാൾക്ക് സ്ത്രീധനം കിട്ടിയില്ല പള്ളി. പിന്നെ മൂത്രമൊഴിക്കാൻ വന്നതാക്കാരല്ലേ? അങ്ങനത്തെ ചോദ്യം. ആ കുട്ടി പിന്നെ നന്നാവോ? ആ കുട്ടി പിന്നെ ആ പള്ളി കയറുമോ? എടാ പള്ളി പോലെ ഒരാളുണ്ട് അവിടെ, അയാള് പോയിട്ട് പോയാൽ മതി. അയാളെ കുറിച്ച് പോവാതെ ഞാൻ പോകില്ല അങ്ങോട്ട്. പിന്നെ ഈ കുട്ടി പള്ളി പോകില്ല. ഏതുപോലെ നമ്മളെ കുട്ടികള് ചെറിയ മക്കള് വീട്ടിൽ വളരുമ്പോ ഉപ്പ നിസ്കരിക്കാൻ. അപ്പൊ ഉമ്മ എന്തു പറയും? കുട്ടി ചിലപ്പോ നിസ്കരിക്കുന്നവർക്ക് പോയി നിൽക്കണ്ടാവും, ഉപ്പ നിസ്കരിക്കണ കാണാം. അതിനുമ്മ പറയുന്നത് അങ്ങോട്ട് പോലെ അല്ലല്ലോ നിസ്കരിച്ചാണ് അവിടെ, അല്ലല്ലോ നിസ്കരിക്കുക. ഇത് കേട്ട് കുട്ടി വേജാറായി. അല്ലല്ലോ എന്ന കുട്ടിക്ക് വേജാറായി. ആ കുട്ടി വലുതായി
അവിടെ കുട്ടിക്ക് സൗകര്യം ചെയ്തു കൊടുക്കും. ആ കുട്ടി ബിസ്ക്കറ്റ് പൊടിക്കട്ടെ. അപ്പൊ നമ്മൾ ഒരാളുടെ നന്മയും നമ്മൾ മുടക്കരുത്. ഞാൻ ഉപ്പാരോട് പറയട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആളുകളോടും പറയും, ആരെങ്കിലും ഒരാൾ നന്നാവണി നന്നാവട്ടെ. ആരെ ഇവിടെ എല്ലാം തേഞ്ഞൂലി, ആരെ തേരുന്നു? ഇപ്പോഴല്ലേ പ്രായമായപ്പോ കയ്യും വേദനിച്ചപ്പോഴല്ലേ നമ്മള് തസ്ബിമാന്റെ മുത്തുമായി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ തുടങ്ങി. അതിന്റെ മുമ്പ് ഇപ്പത്തെ ഈ പുതിയ ന്യൂ ജനറേഷൻ കുട്ടികളെന്നുണ്ടല്ലോ, പഴയ ആൾക്കാരൊക്കെ ഉള്ള നോക്കുമ്പോ അതൊന്നൊരു തെണ്ണിപ്പല്ലാന്ന് മനസ്സിലായി. ഞാനൊക്കെ ചെറുത്തിൽ പഠിക്കുമ്പോ എന്തെല്ലാം കുരുത്തക്കാട കടിക്കുന്ന അപ്പത്തെ കുട്ടികൾ അത്ര വലിയ കുരുത്തക്കേടൊന്നും ഞാനൊക്കെ ഇടാത്ത ചക്കന്റെ മരം, ഞാൻ കയറാത്ത തെങ്ങുണ്ട വള്ളിയില് ഹാസനാണ് ചോദിച്ചൊക്കെ. എന്നാ ഇപ്പത്തെ കുട്ടികൾ അങ്ങനെയല്ല. ആ കുട്ടികൾ ആ വിഷയത്തിലൊക്കെ മാന്യന്മാരാണ്. പക്ഷേ നമ്മുടെ ഈ പ്രായമുള്ള ആളുകൾ ഇത് ആലോചിക്കുന്നില്ല. ഞാൻ എങ്ങനെയായിരുന്നു? എന്നിട്ട് പുതിയ തലമുറയിലുള്ള കുഞ്ഞുമക്കളെ പരിഹസിക്കാനും മോശമാക്കാനും. അങ്ങനെ പരിഹസിക്കുമ്പോ പിന്നെ ബാപ്പാന്റെ വയസ്സുള്ള ഉപ്പാനി ബഹുമാനിക്കാൻ നമ്മുടെ മക്കൾക്ക് മനസ്സ് തോന്നൂല. പുതിയ തലമുറയെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കുറെ നമ്മളും നന്നാകണ്ട, ബഹുമാനം വേണം, അതിനനുസരിച്ച് പെരുമാറും. ഇതുള്ള പീത്തനുണ്ടാക്കങ്ങട്ട് എന്നെ ബഹുമാനിച്ചു അതൊന്നും പറ്റില്ല. നമ്മളൊന്നും മാന്യമായിട്ട് കുട്ടികളോട് സ്നേഹത്തിൽ പെരുമാറിയ കുട്ടികളെ നമ്മളെ സ്നേഹിക്കും. നമ്മുടെ നാട്ടിലെ സമാധാനം. ഞാൻ നിർത്തുകയാണ്. ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഈമാൻ നഷ്ടപ്പെട്ടു പോകാൻ മൂന്നാമത്തെ കാരണം മറ്റുള്ളവരെ ആക്രമിക്കുന്ന ശൈലി സ്വീകരിച്ചാൽ. ഓ എന്റെ ഉമ്മമാരെ, അയൽവാസിനികളെ ശല്യപ്പെടുത്തിക്കൂടാ. എത്രത്തോളമെന്ന് പറഞ്ഞാൽ അയൽവാസിനിയുടെ കോഴി നബി തങ്ങൾ പറഞ്ഞു, ഇദാ റമാ അഹദുകും ഖൽബ ജാരിഹി, സ്വന്തം അയൽവാസിയുടെ നായ വീട്ടിലേക്ക് കയറി വന്നാൽ ആ നായയെ നിങ്ങളെ കല്ലെടുത്തെറിഞ്ഞാൽ അത് ആ അയൽവാസിയെ ശല്യം ചെയ്യുന്നതിന് തുല്യമാണ്. ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് റസൂലുള്ളാഹ്. പിന്നല്ലേ കോയിന്റെ കാര്യം? നായനെ പോലും അയൽവാസിയുടേതാണെന്ന് ബോധ്യപ്പെട്ട അതിനോട് മാന്യമായി പെരുമാറണമെന്ന് പഠിപ്പിച്ച ഒരു നേതാവ് അഷ്റഫുൽ വറാ നബി മുഹമ്മദ് റസൂലുള്ളാഹി. ഇത് കോഴി താറാവിലും കണ്ട അത് അയൽവാസിന്റെ കണ്ടാൽ പിന്നെ പറയും, അതിനോട് അത്രയും വല്ല ദേഷ്യം. അത് ശരിക്ക് ആ അയൽവാസിയോടുള്ള ശല്യമാണ്. ഇങ്ങനെ മറ്റുള്ളവർക്ക് ശല്യം ചെയ്യുന്ന ഒരു ശൈലിയാണോ നമ്മുടെ ജീവിതത്തിലുള്ളതെങ്കിൽ മരിക്കുന്ന നേരത്തിൽ മറക്കത്തിന് വേണ്ടി ഒരു ചിത്രം പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. വന്നരായ തങ്ങളുപ്പാപ്പ നമ്മുടെ മജ്‌ലിസിൽ വന്നിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരമക്കള് വന്നാൽ അവർക്കുള്ള വഴി നമ്മൾ ഒരുക്കി കൊടുത്തോളണം. അവർക്കുള്ള സമയം നമ്മൾ കവർന്നെടുക്കാൻ പാടില്ലല്ലോ. അതോടുകൂടെ തന്നെ തങ്ങളുപ്പാപ്പയോട് എനിക്ക് ആവശ്യപ്പെടാനുണ്ട്. എനിക്ക് രോഗമുണ്ട്, ചെറിയ വശമുണ്ടെങ്കിലും അൽഹംദുലില്ലാഹ് ഇന്ന് ക്ഷീണം കുറവാണ്. ഇത്ര തന്നെ ഇന്നലെ വയത് പറയാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. എന്നാൽ നിങ്ങളെ പോലത്തെ സാധാച്ചുക്കള് ഞങ്ങൾക്ക് ഊരിത്തരുന്ന വെള്ളമുണ്ടല്ലോ, ആ വെള്ളമാണ് ഞങ്ങൾക്ക് സമാധാനം. അതേ വീട്ടാൻ കഴിയാതെ, നാവനക്കാൻ കഴിയാതെ, ശബ്ദിക്കാൻ കഴിയാതെ വേദനിക്കുമ്പോൾ മഹാനായ ഖബറുകളിലേക്ക് ഒരു പരിചയമില്ലാതെ എന്റെ കൈയും പിടിച്ച് ബഹുമാനപ്പെട്ട തറയുട്ടാലുസ്താദിന്റെ ആശീർവാദത്തോടെ പോയിരുന്നപ്പോൾ തിരക്കുള്ള ഞങ്ങളുടെ ഉസ്താദവറുകൾ 10 മിനിറ്റോളം സമയം കളഞ്ഞു മുന്നിൽ ചുരിച്ചെന്നതാണ്. ഞങ്ങൾക്ക് ഞങ്ങളെ കാവലുകളായി നിലനിൽക്കുന്ന ഞങ്ങളെ നിങ്ങൾക്ക്
ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. ഒന്നരായ തങ്ങളുപ്പാപ്പയെ ഞാൻ വിളിച്ചു. തങ്ങൾ പറഞ്ഞു വയലിന് പോകുന്നതിന് മുമ്പ് പറഞ്ഞു നിങ്ങളെ ധൈര്യത്തിലിറങ്ങിക്കോളൂ. ഞാൻ അതും എന്റെ ജീവിതത്തിൽ ചെയ്തു. ഞാനിവിടെ പാർട്ടി വിളിക്കുമ്പോ നിങ്ങളെ സാധാരണഗതിയിലും ആദ്യം 3 ഖുൽഹു അല്ലാഹു അഹദിലേക്ക് കേൾക്കാറുള്ളത്. എന്നാൽ അതിനു മുമ്പ് ഒരു 3 പ്രാവശ്യം ഞാൻ ഓതിയതെന്തിനാണ്? അത് ബഹുമാനപ്പെട്ട താനാടൂരോട് പറഞ്ഞതാണ്. കാരണം വിദേഹത്തിന്റെ കോട്ടയിൽ നിങ്ങൾ ദഅവത്ത് നടത്തുമ്പോ അവിടെ പല ഫിത്നകളും നിങ്ങൾക്കെതിരെ തുറത്തുവിടുന്നുണ്ട്. പലരും നിങ്ങൾക്കെതിരെ കടക്കുന്നുണ്ട്. ആ കണ്ണേറ് വന്നുകൂടായില്ല. അതിനുള്ള കാവല്ല നിങ്ങൾ ആയത്തുൽ കുർസിയോലേണ്ടത്. ഇങ്ങനെ മഹാന്മാരായ ആലിമീങ്ങളുടെയും സാദാത്തുക്കളുടെയും പൊരുത്തം കാംക്ഷിച്ച് ഞങ്ങളിങ്ങോട്ട് യാത്ര ചെയ്തതും ഞങ്ങളിവിടെ ശ്രദ്ധിക്കുന്നതും ഞങ്ങളിവിടെ ദുആയിരക്കുന്നതും ഞങ്ങളിവിടെ വയല് പറയുന്നതും എല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ്. ഓ എന്റെ പൊന്നുമോനെ, നിങ്ങളെപ്പോലെ ഒരുപാട് സംഘടനയ്ക്ക് വേണ്ടി ഓടി നടന്നവനല്ല ഞാൻ. നിങ്ങളോട് ഉപദേശിക്കാൻ ഞാൻ അർഹനല്ല. ഓ എന്റെ ഉപ്പമാരെ, നിങ്ങൾ വെള്ളിയാഴ്ച പോയി അൽക്കഹ്ഫോദി ദുആയിരക്കുന്നതുപോലെ സ്വലാത്ത് ചൊല്ലി ദുആയിരക്കുന്നതുപോലെ കുറെ സ്വലാത്തും കഫൊന്നും ഞാൻ ഓതിയിട്ടില്ല കേട്ടോ. നിങ്ങൾ പള്ളിയിലെ ജമാഅത്തിന് പോയി ജമാഅത്തിനൊന്നും എനിക്ക് കഴിയില്ല. ഓ എന്റെ ഉമ്മമാരെ, നിങ്ങളോട് ഒരുപാട് നേരം ഉപദേശിക്കുമ്പോൾ ഞാനെല്ലാം തികഞ്ഞവനാണെന്ന് നിങ്ങളെ കരുതരുത്. നിങ്ങളെപ്പോലെ നിസ്കരിക്കാൻ ഭാഗ്യം കിട്ടാത്തവനാണ് ഞാൻ. ഓ എന്റെ കുഞ്ഞുമക്കളെ, നിങ്ങളാണെങ്കിലോ നിഷ്കളങ്ക മനസ്സോടുകൂടെ ജീവിതത്തിൽ ഇന്നേ വരെ തെറ്റ് ചെയ്താലും രേഖപ്പെടുത്താനുള്ള പ്രായമാവാത്തതുകൊണ്ട് അല്ലാഹു തആല അനുഗ്രഹിച്ച പ്രായമാണ് നിങ്ങളുടേത്. അതുകൊണ്ട് നിങ്ങളോട് പറയാൻ ഞാൻ ശക്തനാണ്. തങ്ങളുടെ പാപ്പയോട് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ബഹുമാനപ്പെട്ട ഉസ്താദുമാരോട് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. നിങ്ങളെപ്പോലെ കുറെ ഓതി പഠിക്കാനോ ആലിമീങ്ങളോട് ബന്ധപ്പെടാനോ ഞങ്ങൾക്ക് അവസരം കിട്ടിയിട്ടില്ല. പിന്നെന്തിനാ ഇവിടെ വന്ന് ശബ്ദിക്കുന്നതെന്നറിയോ? 7 മാസം മുമ്പ് ഞാൻ എന്റെ ഉപ്പാനൊക്കെ കൊണ്ടുവച്ചതാണ്. ഞങ്ങൾ ഉപ്പയാ ഞങ്ങളെ മുസ്ലിയാരാക്കിയത്. ഞങ്ങളെ ഉപ്പയാ ഞങ്ങളെ വളർത്തിയെടുത്തത്. ഞങ്ങളെ ഉപ്പയാ അധ്വാനിച്ച് ഞങ്ങളെ പട്ടിണി മാറ്റിയത്. ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നാഥനായ റബ്ബേ നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും നീ സ്വർഗലോകത്ത് ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ആര് അവരെയും ഞങ്ങളെയും കൈവടിഞ്ഞാലും റബ്ബായ നീ ഞങ്ങളെ കൈവടിയല്ലേ അല്ലാഹ്. ഓ എന്റെ ഉമ്മമാരെ, ഞാൻ നിർത്തട്ടെയോ? നിങ്ങൾക്കറിയോ മഹാനായ അഷ്റഫുൽ ഖുർആൻ നബി മുഹമ്മദ് റസൂലുള്ളാഹി നിബിതങ്ങളിലേക്ക് ഒരു സഹാബി ഓടി വരികയാണ്. എന്നിട്ട് നിബിതങ്ങളോട് ചോദിക്കുകയാണ്, നബിയേ, എന്റെ ഉമ്മ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ കടപ്പാടുകളെ വീട്ടിയിട്ടുണ്ട്. എന്റെ ഉമ്മയോടുള്ള പെരുമാറ്റം ഞാൻ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അവർ രണ്ടുപേരും ഇന്നെന്റെ കൂടെയില്ലല്ലോ. മരിച്ചുപോയി എന്റെ ഉപ്പാക്ക് വേണ്ടി എന്റെ ഉമ്മാക്ക് വേണ്ടി ഞാൻ ഇനി വല്ലതും ചെയ്യേണ്ടതോ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കരഞ്ഞു കലങ്ങിയ കണ്ണുമായി
സ്വഹാബി ചോദിക്കുന്ന നേരം സ്വഹാബത്തിനോട് റസൂലുള്ളാഹി പറയുന്നു, വേണം പൊന്നുമോനെ, ഹയാത്തുള്ള ഉമ്മയോട് കടപ്പാടുള്ളതുപോലെ, അതേ ജീവിച്ചിരിക്കുന്ന ഉപ്പയോട് ബാധ്യതകളുള്ളതുപോലെ, ഹയാത്തുള്ള കുടുംബങ്ങളോട് ബാധ്യതകൾ നിലനിൽക്കുന്നത് പോലെ, മരിച്ച മണ്ണോട് ചേർന്ന ഉപ്പയോട് നിനക്ക് ബാധ്യതയുണ്ട് കേട്ടോ, നിന്റെ ഉമ്മയോട് ബാധ്യതയുണ്ട് കേട്ടോ.